കൂട്ടുകാരെ, അക്ഷരമുറ്റം ക്വിസ് 2026 ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം നടന്ന മെഗാ ഫൈനൽ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2025 നവംബർ 1 ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? ഉത്തരം കേരളം. കേരളമായിരുന്നു കഴിഞ്ഞ വർഷം നവംബർ 1 ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് മാറിയത്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച പ്രഥമ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് 2024 നവംബറിൽ നടത്തിയ ലോക സർവമത സമ്മേളനത്തിന് വേദിയായ നഗരം? ഉത്തരം വത്തിക്കാൻ സിറ്റി. ശിവഗിരി മഠമായിരുന്നു ഈ ലോക സർവമത സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത്. അടുത്ത ചോദ്യം, മൊൻത ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച മൊൻത ചുഴലിക്കാറ്റിന് പേര് നൽകിയത്? ഉത്തരം തായ്ലൻഡ്. തായ് ഭാഷയിൽ സുഗന്ധമുള്ള പൂവ് എന്നാണ് മൊൻത എന്ന വാക്കിന്റെ അർത്ഥം. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം കൃഷ്ണകുമാർ മിത്ര ഏത് മാസികയിലാണ് മുന്നോട്ട് വെച്ചത്? ഉത്തരം സഞ്ജീവനി. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് കൃഷ്ണകുമാർ മിത്ര എന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഈ ആഹ്വാനം കൊണ്ടുവന്നത്. 2025 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം തെംബ ബാവുമ. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ICC ചാമ്പ്യൻ ആകുന്നത്. സേവ്, ഗ്രോ, യൂസ് റേഷണലി ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമാണ് ഇത്? സേവ്, ഗ്രോ, യൂസ് റേഷണലി. ഉത്തരം അപ്പിക്കോ പ്രസ്ഥാനം. കർണാടക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പ്രസ്ഥാനമാണ്. ദക്ഷിണേന്ത്യയിലെ ചിപ്കോ എന്നും ഇതറിയപ്പെടുന്നു. ഏത് അയൽ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരമാണ് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് മന്ദിരം ഇന്ത്യ പുനർനിർമ്മിച്ചു നൽകുകയാണ് ചെയ്തത്.